ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഫിനാലേക്ക് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ വോട്ടിങ്ങിന്റെ ഒരു സ്ഥിതി നോക്കുന്ന സമയത്ത് വമ്പിച്ച അട്ടിമറി മുന്നേറ്റങ്ങൾ തന്നെയാണ് പല പല കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു അവസാന സമയങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. ലൈവിൽ ഇപ്പോൾ വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം അനുമോളുടെ കയ്യിൽ തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അനീഷിന്റെ കയ്യിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയെടുത്ത അനുമോള് ഇതുവരെ അത് വിട്ടുകൊടുത്തിട്ടില്ല. ഒരു വമ്പിച്ച വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് അനുമോള്. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനീഷാണ്. അനീഷിനും ഒരുപാടധികം വോട്ടുകൾ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തുണ്ടെങ്കിൽ തന്നെ അനുമോളെ പിന്തള്ളിക്കൊണ്ട് മുന്നിലേക്ക് വരാനായിട്ട് ഈ ഒരു സമയത്ത് അനീഷിനെ കൊണ്ട് സാധിക്കുന്നില്ല. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസ് ആണ്. ഷാനവാസിന് ഈ ഒരു സീസൺ വിജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വോട്ടിംഗ് ഒന്നും ഇതുവരെ നേടാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തുണ്ടെങ്കിൽ തന്നെ ടോപ്പ് 3 ഉറപ്പാക്കിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഷാനവാസ്. അടുത്തതായിട്ട് നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നൂറയാണ്. നൂറയും ഈ പറയുന്ന പോലെ ടോപ്പ് 5 ഏകദേശം കൺഫേംഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അക്ബറാണ്. അക്ബറും ഈ പറയുന്ന ടോപ്പ് 5 വരാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അടുത്തതായിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ്. നെവിൻ ഫിനാലെ വീക്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അടുത്തതായിട്ട് ഏറ്റവും അവസാനം ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ആദിലയാണ്. ആദിലയുടെ കേസിൽ നൂറ കൂടി നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആദിലക്ക് വോട്ട് ഒട്ടും തന്നെ കയറുന്നില്ല. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഈ പറയുന്ന ഫിനാലെ വീക്ക് ആവാൻ ഇനി വെറും 3 ഡേയ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വിജേതാവാകേണ്ടതുണ്ട്. അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് ഇപ്പം സാധ്യത കാണുന്ന 2 മത്സരാർത്ഥികളാണ്. ഒന്ന് അനുമോളും മറ്റൊന്ന് അനീഷും. ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരാൻ പോകുന്ന 2 കണ്ടസ്റ്റൻസ് ഇവരൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവരിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി ആരാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവർക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും നിങ്ങൾ വോട്ട് ചെയ്യുന്നത് പോലെ കൃത്യമായിട്ട് കണ്ടസ്റ്റൻസിന് ജിയോ ഹോട്ട്സ്റ്റാറിലും കൂടി നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്തേണ്ട ഒരു സമയമാണിത്. ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിക്കേണ്ടതുണ്ട്. മറ്റൊരു വോട്ടിംഗ് അപ്ഡേറ്റ് ആയിട്ടും ലൈവ് അപ്ഡേറ്റ് ആയിട്ടും നമുക്ക് വീണ്ടും കാണാം. താങ്ക്